إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ആദാബു ദുആ അഥവാ പ്രാർത്ഥനയുടെ മര്യാദകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദുആഇൻ്റെ മര്യാദകൾ, ആദാബുകൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ വിശദമായി നമ്മൾ പറഞ്ഞു. ഏതൊരു കർമ്മവും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ മര്യാദകൾ പാലിക്കണം. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കേണ്ട ദിവസങ്ങളാണ് കടന്നു വരുന്നത്. ഇന്ന് ദുൽഖഅദ് 27 വരുന്ന ഞായറാഴ്ച ദുൽഖഅദ് 29 സൂര്യൻ അസ്തമിച്ച് 44 മിനിറ്റ് കഴിഞ്ഞാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. കണ്ടാൽ തിങ്കളാഴ്ച ദുൽഹജ്ജ് 1. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ സാധാരണ മറ്റ് ദിവസങ്ങളെപ്പോലെ കാണേണ്ട ഒരു ഏതാനും ദിവസങ്ങളല്ല. ആ ദിവസങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണാൻ കഴിയണം. സൂറത്തുൽ ഫജ്റിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞത് വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. ഓരോ പ്രഭാതങ്ങളും പുതിയ പുതിയ തീരുമാനങ്ങളും പുതിയ സംഭവങ്ങളും പുതിയ കുറേ കാര്യങ്ങളുമാണ് ഓരോ പുലരിയും നമുക്ക് സമ്മാനിക്കുന്നത്. ഫജ്ർ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിനങ്ങൾ, ദിനരാത്രങ്ങളും 10 രാവുകളും തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, വല്ലയാലിയൽ അശ്ർ എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹ അശ്റു ദിൽ ഹിജ്ജ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ ലയാലിൻ അശ്ർ എന്നതിനെ വിശദീകരിച്ച് പറയാണ്
വൽ മുറാദു ബിഹാ, അതുകൊണ്ടുള്ള ഉദ്ദേശം അശറു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. അപ്പോൾ ആ ദിനങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്. എന്താണ് ആ ദിനങ്ങളെ പ്രത്യേകത? ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞു, സൂറത്ത് ഹജ്ജിലെ 28-ാമത്തെ ആയത്തിൽ, വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, നിശ്ചിത ദിവസങ്ങളിൽ അവന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബലികർമ്മം. അപ്പൊ അയ്യാമു മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അൽ അയ്യാമുൽ മഅലൂമാത്ത് അയ്യാമുൽ അശ്ർ, അത് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. ഖുർആനിൽ പറഞ്ഞ അയ്യാമുൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന മറ്റൊരു ഹദീസ് കാണാം, മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിനെ ഈ ദിനങ്ങളോളം ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ മറ്റൊരു ദിനങ്ങളിലുമില്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ദിനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഓരോ പ്രവർത്തനങ്ങളും. മറ്റുള്ള ദിവസങ്ങളെക്കാൾ അഹബ്ബാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ ദിവസങ്ങൾ, വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിനങ്ങളോളം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ്, അന്നത്തെ കർമ്മങ്ങളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ. അതുകൊണ്ട് ഹദീസുകൾ ധാരാളം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ആയത്തുകളും നമുക്ക് കാണാം. ദുനിയാവിലെ ഒരു മനുഷ്യന്റെ ദിനരാത്രങ്ങൾ, നമ്മൾ ജീവിച്ചു പോകുന്ന, നമ്മൾ ആയുസ് എന്ന് പറഞ്ഞാൽ കുറെ രാവും പകലുമാണ്. നമ്മുടെ ആയുസ് കുറെ ദിവസങ്ങളാണ്, ദിനങ്ങളാണ്. എങ്കിൽ അഫ്ളലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശ്ർ, അഫ്ളലു അയ്യാമി ദുനിയാ, ഈ ദുനിയാവിലെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അയ്യാമുൽ അശ്ർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. അപ്പോൾ അത് ശരിക്ക് ഹദീസ് കേട്ടതുകൊണ്ട് കാര്യമില്ല, ഈ ഹദീസ് വായിച്ചതുകൊണ്ട് കാര്യമില്ല, ഇതറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് നമ്മുടെ ദിവസങ്ങളിൽ, നമ്മുടെ ആയുസ്സിൽ ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും പ്രതിഫലാർഹമായ അമലുകൾ ചെയ്യുന്ന ദിനങ്ങളായി നമ്മളെ ദിനങ്ങൾ മാറണമെങ്കിൽ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തേ പറ്റൂ. മറ്റു ഹദീസ് കാണാം, മാമിൻ അമലിൻ അസ്ഖാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, വലാ അഅ്ളമു അജ്റൻ ഫീ ഖൈരിൻ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഖൈറായ, ഏറ്റവും മഹത്തരമായ പ്രതിഫലങ്ങളുള്ള ദിനങ്ങൾ, യഅമലുഹു ഫീ അശ്രിൽ അദ്ഹാ, ദുൽഹജ്ജ് മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിനങ്ങളാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഖൈറായതും ഏറ്റവും മഹത്തരമായ പ്രതിഫലമുള്ളതും ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ടതും അതാണ്. ഇപ്പൊ സഹോദരങ്ങളെ, ഈ ദിനങ്ങൾ കടന്നു വരുമ്പോൾ, ഇതിന്റെ പ്രത്യേകത ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉള്ള മാർഗമാണ് ദിക്റുകളും ദുആകളും. അപ്പം അതുകൊണ്ട് അതിന്റെ മര്യാദകൾ നമ്മൾ അറിയാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്കിൽ 2 ആദാബുകൾ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ കേട്ടു. 3ാമത്തെ ആദാബ്, നമ്മൾ ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയുക എന്നതാണ്. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഖദ് ഇസ്തഖ്ബല നബിയ്യു ഫി ഹജ്ജത്തുൽ വദാഇൽ ഖിബ്ല, പ്രവാചകൻ ചെയ്ത ഹജ്ജിൽ നബി പ്രാർത്ഥിച്ചത്, ഹജ്ജിന്റെ കർമ്മങ്ങൾ ഓരോ ഭാഗത്ത് നടക്കും, എവിടെ നടക്കുകയാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ റസൂല് കഅബയിലേക്ക് തിരിയും. വസ്തഖ്ബലൽ ഖിബ്ല അല സഫ വൽ മർവ, സഫയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ ഖിബ്ലക്ക് നേരെ തിരിയും, മർവയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ ഖിബ്ലക്ക് നേരെ തിരിയും. ഹജ്ജിനും ഉംറക്കും പോയ ആളുകൾക്കറിയാം, സഫയുടെ മുകളിൽ കയറി ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ, പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതുമ്പോൾ, അവിടെ വെച്ചുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസ്റ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് സഫയിൽ കയറിയിട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണ്. സഫയിൽ നിന്നിറങ്ങി 400 മീറ്റർ നടന്ന് മർവയിലെത്തിയാൽ മർവയിൽ കയറി നിന്നിട്ട് കിബിലക്ക് നേരെ തിരിയാണ്, കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നബി സഫയിലും മർവയിലും കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. വഫി വഖൂഫി അറഫ, അറഫയിലുള്ള നൃത്തം, അറഫയിൽ അറഫയിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിബിലയിലേക്ക് കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത്. അതേപോലെ തന്നെ വഇൻദൽ മശ്അരിൽ ഹറാം, മുസ്ദലിഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയും കഅബയിലേക്ക് തിരിഞ്ഞ് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ്. വബഅദ റമ്മിൽ ജംറത്ത് സുഗ്റ വൽ വുസ്ത, 2 ജംറകളിൽ എറിഞ്ഞപ്പോഴും സുഗ്റയിലും വുസ്തയിലും എറിഞ്ഞതിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞിട്ട് പിന്നെ കഅബയുടെ നേരെ തിരിഞ്ഞ് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഹാജിമാരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. എന്താ അതിന്റെ കാരണം? ഈ സ്ഥലങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ്. അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 ഉച്ചയോടുകൂടി ആരംഭിച്ച് ദുൽഹജ്ജ് 9 മഗ്രിബിന്റെ മുമ്പ് അവസാനിക്കുന്ന സമയമാണ് അറഫ എന്ന് പറഞ്ഞാൽ. എന്താണ് അറഫയുടെ പ്രത്യേകത? മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ, നരകത്തിലേക്ക് എത്തേണ്ടിയിരുന്ന ആളുകൾ പലരും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് തീരുമാനിക്കപ്പെടുന്ന ദിവസം അറഫയുടെ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ആ അറഫയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടേണ്ട ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചോ അത്രയും കാലം ചെയ്ത പാപങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ഏറ്റുപറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട അറഫയിലെ ടെന്റുകളിൽ ആർത്തനാദങ്ങളാണ്, പൊട്ടിക്കരച്ചിലുകളാണ്, വിലാപങ്ങളാണ്, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരയാണ് എല്ലാ ഹാജിമാരും. കാരണം ഏതാനും മണിക്കൂറുകൾ സമയമുള്ളൂ. ദുൽഹജ്ജ് 9 ഉച്ച മുതൽ മഗ്രിബ് വരെ. ബാങ്ക് കൊടുത്താൽ അറഫ കഴിഞ്ഞു. മഗ്രിബ് നിസ്കാരം പോലും മുസ്ദലിഫയിൽ വന്നിട്ടാണ് ചെയ്യേണ്ടത്. ബാങ്ക് കൊടുത്താൽ ഉടനെ അവിടുന്ന് പുറപ്പെടണം മുസ്ദലിഫയിലേക്ക്. അറഫ കഴിഞ്ഞു. ആ സമയം അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ടെന്റുകളിൽ ഹാജിമാര് കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോ ആ പ്രാർത്ഥനയുടെ സമയത്ത് അവർ കിബിലക്ക് നേരെ തിരിയുന്നു. അപ്പൊ കിബിലക്ക് നേരെ തിരിയുക എന്നത് അത് പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട മര്യാദകളിൽപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം ആ ജംറയിൽ എറിയുക എന്നത് തന്റെ ദേഷ്യം തീർക്കാൻ, ശക്തി തീർക്കാൻ വേണ്ടി തന്റെ ബാഗ് കൊണ്ടും ചെരുപ്പുകൾ കൊണ്ടും വലിയ കല്ലുകൾ കൊണ്ടുമൊക്കെ എറിഞ്ഞ് ജംറയുടെ മതിലുകൾ പൊളിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കാണാം. അതല്ല റസൂലിന്റെ സുന്നത്ത്. റസൂലിന്റെ സുന്നത്ത് ചെറിയ പയറുപോലെ വലിപ്പമുള്ള ചെറിയ കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് അത് പെറുക്കിയെടുത്ത് പിറ്റേന്ന് ദുൽഹജ്ജ് 10 ജംറയിൽ പോയിട്ട് എറിയണം. ആ ചെറിയ കല്ല് അത് മറ്റൊരാളുടെ ശരീരത്തിൽ തട്ടിയാൽ പോലും വേദനിക്കാത്ത രൂപത്തിൽ ചെറിയ കല്ലുകൾ പെറുക്കിയിട്ടാണ് ജംറയിൽ എറിയേണ്ടത്. ആ ജംറയിൽ എറിഞ്ഞതിന് ശേഷം ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അവിടെയും പ്രാർത്ഥനയാണ്. ആ സമയത്ത് ജംറയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് കിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോ അറഫയും മിനയിലുള്ള ദിനരാത്രങ്ങൾ, ആ മിനയിലെ ടെന്റുകളിൽ ഏതു വലിയ കോടീശ്വരനും ഏതു വലിയ വ്യക്തിയും സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നവനും ആ ഇഹ്റാമിന്റെ വേഷത്തിൽ വസ്ത്രം ധരിച്ച് മിനയിൽ അവര് താമസിക്കുകയാണ് ദുൽഹജ്ജ് 10 വരെ. 10 ശേഷം അവര് അറവിന് ശേഷം തഹല്ലുലായതിനു ശേഷം മുടിയെടുത്തതിന് ശേഷമാണ് പിന്നീട് അവർ മിനയിൽ വസ്ത്രങ്ങൾ മാറുന്നത്. അതുവരെ ആ അറഫയിലും മുസ്ദലിഫയിലും എല്ലാം അവർ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ ഒരു തുണി ഉടുത്തൊരു തുണി പുതച്ച് ആ രൂപത്തിലായിരിക്കും അവർ കഴിച്ചുകൂട്ടുക. റബ്ബിലേക്കുള്ള മടക്കം, തന്റെ യാത്ര, 3 കഷ്ണം തുണിയിൽ തന്നെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ. ഇനി എന്റെ ശരീരത്തിൽ ഒരു തുണി കൂടി ഒരു കഷ്ണം തുണി കൂടി ഉണ്ടായാൽ എന്റെ മയ്യത്ത് കഫൻ ചെയ്യും. ഈ 2 തുണിയാണെന്ന് ഞാൻ ഉടുത്തിട്ടുള്ളത്, 3 തുണി തികച്ചെന്റെ ശരീരത്തിലില്ല. ആ ഒരു ബോധം, റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്ന ചിന്ത. അപ്പൊ അവിടെയൊക്കെയും സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ മടങ്ങാനുള്ള ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ആ ദിവസത്തിന്റെ എല്ലാം പ്രത്യേകതകളായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നത് കാണാം. ഈ 10 ദിവസങ്ങളെ പ്രത്യേകതയ്ക്ക് കാരണം വലദ യുളിഹു അന്ന സബബ ഫി ഇംതിയാദി അശ്റദിൽ ഹജ്ജ ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫി.
വഹിയ സ്വലാ വസ്സിയാം വസ്സദഖ വൽ ഹജ്ജ് വലാ യതഅല്ലാ ദാലിക ഫീ ഗൈരിഹി. ഈ 10 ദിവസങ്ങളിൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടുന്നു. നിസ്കാരമുണ്ടവിടെ, നോമ്പുണ്ട് ആ ദിവസങ്ങളിൽ, സ്വതക്കയുണ്ടവിടെ, ഹജ്ജുമുണ്ടവിടെ. ഇതെല്ലാമുള്ള ദിവസങ്ങളായിട്ട് മറ്റൊരു ദിവസവും ഇല്ലല്ലോ. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് എന്നതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഈദ് ഇബ്നു ജുബൈർ പറയാണ്, ഇദാ ദഖലൽ അശ്ർ അയ്യാമുൽ അശ്ർ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യഖദിറു അലൈഹി. ദുൽഹജ്ജ് 10 പിറന്നു കഴിഞ്ഞാൽ, ദുൽഹജ്ജ് മാസം പിറന്നാൽ അവരെ ഇജ്തിഹാദൻ ശദീദ, കഠിനമായി അധ്വാനിക്കും. സാധാരണ ചെയ്യുന്നത് പോലെയല്ല, കഠിനമായൊരു പരിശ്രമിക്കും. ഹത്തമായ യഖദിറു, അവർക്ക് കഴിയാതാകുന്നതുവരെ പരിശ്രമിക്കും എന്ന് പറഞ്ഞാൽ അത്രയും ശരീരം ക്ഷീണിക്കുന്നതുവരെ, അവർക്ക് പ്രയാസത്തിലേക്ക് വരുന്നതുവരെയുള്ള അധ്വാനങ്ങൾ അവർ ഈ ദീനിന്റെ കാര്യത്തിൽ, അമലിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ അധ്വാനിക്കുമായിരുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വഹാബികൾക്ക് അങ്ങനെ ആയിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളതിന് മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ദിവസങ്ങളെപ്പോലെ ഈ ദിവസത്തെയും കണ്ടാൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ധാരാളമായി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങൾ, തഹ്ലീലും തസ്ബീഹും തഹ്മീദും ദുആകളും ഒക്കെയായി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതേപോലെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അറിവിന് വേണ്ടി നിയ്യത്താക്കിയ ആളുകൾ, ഉദ്ദേശിക്കുന്ന ആളുകൾ, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജയുടെ മാസപ്പിറവി കണ്ടാൽ, മാസം പിറന്നു എന്നറിഞ്ഞാൽ മാസം നോക്കണം. ഞായറാഴ്ച ദിവസം കഴിയുന്നവരൊക്കെ, പ്രത്യേകിച്ച് തീരദേശത്തുള്ളവരൊക്കെ മാസം നോക്കണം. മാസം കണ്ടാൽ ഉടനെ തന്നെ വിളിച്ച് വിവരം അറിയിക്കാം. അങ്ങനെ മാസം കണ്ട് തീരുമാനമായാൽ, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുളഹിയ, കുറച്ചൊക്കെ സാധിക്കുന്ന ആളുകളൊക്കെ ഉളുഹിയത്തിന് നിയ്യത്താക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഉളുഹിയത്തിന് ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി, അവര് ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യരുത്, നഖങ്ങൾ മുറിച്ചു മാറ്റരുത്. അപ്പം നഖങ്ങൾ ദുൽഹജ്ജ് മാസം പിറന്നു എന്ന് അറിഞ്ഞാൽ ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആൾക്കാർ അത് ഉളുഹിയത്ത് കർമ്മം നിർവഹിച്ചതിന് ശേഷം മാത്രമേ ശരീരത്തിലെ രോമങ്ങളും നഖങ്ങളും മുറിക്കാൻ പാടുള്ളൂ. ഇപ്പം ചില ആൾക്കാർ പെരുന്നാൾസ്കാരം കഴിഞ്ഞാൽ ഉടനെ പോകും. അതല്ല, അറവ് കഴിയണം. അറവ് ഏതുവരെ ആകാം? അയ്യാമുത്ത ശരീക്ക് ദുൽഹിജ്ജ 13 അസർ വരെ അറുക്കാം. അപ്പോൾ ഒരാൾ ദുൽഹിജ്ജ 13 അറക്കണതെങ്കിൽ അറവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശരീരത്തിൽ നിന്ന് രോമങ്ങളും നഖവും നീക്കം ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയും സഹോദരങ്ങളെ, ഇതൊക്കെ കൽപ്പിക്കപ്പെടും. എന്താ ഒരു നഖം, എന്താ ഒരു രോമം, ഇതൊക്കെ എന്തിനാണ് സൂക്ഷിക്കുന്നത്? ഇതിലൊക്കെ നമുക്ക് മറുപടിയുണ്ട് സഹോദരങ്ങളെ. ചിന്തിക്കാൻ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മളെ കണ്ണും കാതും, നമ്മുടെ ശരീരത്തിലെ രോമങ്ങളും അവയവങ്ങളും നമ്മുടെ ചർമ്മങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഈ ഇംകാനിയത്തുകളെല്ലാം, ഈ സാധ്യതകളെല്ലാം റബ്ബ് എന്തിനു നൽകിയെന്നറിയോ? ആ റബ്ബിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് അനുസരിച്ച് വിനയത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ശരീരത്തിലെ അവയവങ്ങൾ, ഇത് എത്ര ഞാൻ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ചാലും, എത്ര ശ്രദ്ധിച്ച് ഉപയോഗിച്ചാലും, എത്ര വ്യായാമങ്ങൾ ചെയ്താലും, എത്ര തന്നെ ഞാൻ മരുന്ന് കുടിച്ചാലും, എത്ര തന്നെ ശ്രദ്ധിച്ചാലും എൻ്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ അവയവങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നന്നായി മൂത്രമൊഴിച്ച ഒരാൾ ഒരുപക്ഷെ വൈകുന്നേരം മൂത്രമൊഴിക്കുന്നത് മൂത്രത്തിന് പകരം രക്തമായിരിക്കാം പുറത്തേക്ക് വരുന്നത്. നമുക്കറിയില്ല സഹോദരങ്ങളെ. നന്നായി ഒരു പ്രയാസവുമില്ലാതെ നന്നായി ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന നമ്മൾ, നന്നായി വിയർപ്പൊലിക്ക് അധ്വാനിക്കുന്ന നമ്മൾ, അങ്ങനെയുള്ള മനുഷ്യന്മാർ അറ്റാക്ക് വന്ന് മരിക്കും. നമ്മൾ കേൾക്കുക, ചെറുപ്പക്കാരികൾ എത്രയോ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ശരീരങ്ങളും നമ്മുടെ അവയവങ്ങളും ഒന്നും നമ്മുടെ നിയന്ത്രണങ്ങളിലല്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അതിൻ്റെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയാകുമോ എന്നറിയില്ല, ഇന്നത്തെ രാത്രി പുലരുമോ എന്നറിയില്ല. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിലേക്ക് അള്ളാഹു നമുക്ക് ആയുസ്സിനെ നീട്ടിയിട്ട് തരികയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊരു നിയ്യത്ത് വെക്കുക. ഈ ഇരിക്കുന്ന ഇരിപ്പിലൊരു നിയ്യത്ത് വെക്കുക. ഖിബലക്ക് നേരെ നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ റബ്ബിനോട് പറയാ, റബ്ബേ, ഈ വരുന്ന ദുൽഹജ്ജ് മാസത്തിന് 10 ദിവസങ്ങളും മറ്റുള്ള ദിവസങ്ങളിലേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുമായി നിരതമാക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ എന്ന ഒരു പ്രതിജ്ഞ എടുക്കാൻ, ഒരു ഉറപ്പ് പറയാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അമലുകളും നമ്മുടെ ആയുസ്സുമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സദസ്സിലുള്ള വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടുമായിട്ട് പറയാനുള്ളത്, 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികൾ വീട്ടിലുണ്ടാകും. ഇന്ന് 3 മണിക്ക് ശേഷം റിസൾട്ട് വരികയാണ്. അടുത്ത ദിവസങ്ങളിലും ഇതേപോലെ മറ്റ് പരീക്ഷകളുടെയും ഒക്കെ റിസൾട്ടുകൾ വരാനിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം റിസൾട്ടുകൾക്ക് ശേഷം ഒരുപാട് ആത്മഹത്യകളും നാട് വിട്ടുപോകലും വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പല കുടുംബങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യം കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രതീക്ഷിച്ച ഗ്രേഡ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെയല്ലല്ലോ അല്ലാഹു തആല IQ പവർ കൊടുത്തിട്ടുള്ളത്. ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളെ ഹൈറ്റും വെയ്റ്റും കയ്യിൻ്റെയും കാലിനും നീളും വണ്ണും ഒക്കെ വ്യത്യാസമല്ലേ? ഇതുപോലെ തന്നെ തലച്ചോറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരുപോലെയല്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇനി പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയില്ല എങ്കിൽ ഒരിക്കലും നിരാശയുണ്ടാകരുത്. ഇത് പ്രത്യേകം നമ്മൾ ഓർക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, A+ കിട്ടലല്ല. എല്ലാ വിഷയത്തിലും A+ കിട്ടലാണ് വിജയത്തിൻ്റെ മാനദണ്ഡമെന്ന് ഒരിക്കലും നമ്മളാരും മനസ്സിലാക്കി വെക്കരുത്. അതൊന്നുമല്ല വിജയത്തിൻ്റെ മാനദണ്ഡം. ഇന്ന് ജീവിതത്തിൽ വിജയിച്ച പലരും പണ്ട് പരാജയപ്പെട്ടവരാണ്. ഉയർന്ന ഗ്രേഡ് കിട്ടിയതൊന്നുമല്ല. ഉയർന്ന ഗ്രേഡ് കിട്ടിയ പലരും പിന്നീട് പരാജയത്തിൻ്റെ ആഴിയിലേക്ക് പതിച്ചതായിട്ട് നമുക്ക് കാണാനും കഴിയും. അപ്പം അതുകൊണ്ട് A+ കിട്ടലാണ്, ഫുൾ A+ ആണ് വിജയത്തിൻ്റെ മാനദണ്ഡമെന്ന് നമ്മളെ മനസ്സിലാക്കി വെക്കരുത്. പിന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്വന്തം കഴിവിലുള്ള ഒരു വിശ്വാസം കുട്ടികൾക്ക് ഉണ്ടാകണം. കൃത്യമായ ലക്ഷ്യബോധം വേണം. നിരന്തരമായി പരിശ്രമിക്കുക. ശുഭാപ്തി വിശ്വാസം വേണം. ഇതൊക്കെയാണ് വിജയത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിരാശ ഒന്നിനും പരിഹാരമല്ല. പോട്ടെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. പരീക്ഷകൾ ഇനിയും വരാനുണ്ട്. അടുത്തതിൽ മുന്നേറാൻ പരിശ്രമിക്കാം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളിപ്പോൾ കുറേ പഠിച്ച് പരീക്ഷ എഴുതി. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആഗോള നമ്മളെ ഇന്ത്യയിൽ മൊത്തത്തിൽ നടന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കി. നീറ്റ് പരീക്ഷ റദ്ദാക്കിയപ്പോൾ എത്രയോ കുട്ടികളുടെ, ആയിരക്കണക്കിന് കുട്ടികളുടെ പരിശ്രമം, ഉറക്കൊഴിക്കൽ, പഠിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ മാനസികവും ശാരീരികവുമൊക്കെ പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ് പഠിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷ റദ്ദാക്കിയെന്നാണ് പറഞ്ഞത്. എത്ര കുട്ടികളെ കഷ്ടപ്പാടാണ് നമ്മൾ അറിയണം. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊന്നും എന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഒരുപാട് അധ്വാനങ്ങളെ വെറുതെയായത്, പരിശ്രമങ്ങളെ വെറുതെയായത്. ഇനി രക്ഷിതാക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? റിസൾട്ട് വരുമ്പോൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ കുട്ടികളെ ക്രൂശിക്കരുത്. ഒരിക്കലും കുട്ടികളെ മറ്റ് കുട്ടികളുമായി കമ്പയർ ചെയ്യരുത്. നമ്മൾ അങ്ങനെ പറയരുത്. കുട്ടികളെ വെറുതെ അനാവശ്യമായി നമ്മൾ ചീത്ത പറയരുത്. അതിൻ്റെ പേരിൽ കുട്ടികളെ നമ്മൾ ഉപദ്രവിക്കരുത്. മാനസികമായി പ്രയാസപ്പെടുത്തരുത്. കുട്ടികളെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നല്ല പ്രതീക്ഷ കൊടുക്കുക. സാരല്ല, നമുക്ക് അടുത്ത പരീക്ഷയിൽ നോക്കാം. നമ്മൾ പഠിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, മാർക്ക് കുറഞ്ഞുപോയി, അവർക്കൊക്കെ മാർക്ക് കൂടി പോട്ടെ, സാരല്ല, നമുക്ക് അടുത്ത പരീക്ഷയിൽ നോക്കാം. കുട്ടികളെ ചേർത്ത് പിടിക്കുക, കുട്ടികളെ കൂടെ നിൽക്കുക. അങ്ങനെ നിന്നാൽ ഉറപ്പാണ് ആ കുട്ടികൾ അടുത്ത പരീക്ഷയിൽ നിങ്ങൾ ഈ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഗ്രേഡുമായിട്ട് അവർ വരും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് പരീക്ഷയിൽ ഗ്രേഡ് കുറഞ്ഞതിൻ്റെ പേരിൽ, മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാവരുത്. ആ കാര്യം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊക്കെ ആവശ്യം നമ്മളെ മക്കള് നല്ല മക്കളായി വളരണം. ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപയോഗപ്പെടണം. നമ്മൾ മരിച്ചാലും അവരെത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം റബ്ബിലേക്ക് അവർ കൈ ഉയർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവണം. അതൊക്കെ നമുക്ക് ആവശ്യം. റബ്ബിഗ്ഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കു പടച്ചോനെ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കു പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി നമ്മളെ മക്കൾ മാറണം.
അതാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ച് നന്മയുടെ വഴിയിലേക്ക് അവരെ നയിക്കുക. അല്ലാതെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ അവരെ ചീത്ത പറഞ്ഞത് കൊണ്ടോ ഒന്നും മാനസികമായി പ്രയാസപ്പെടുത്തിയത് കൊണ്ടോ നമുക്കൊരു നേട്ടവും വരാനില്ല. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി മാത്രം അവരോട് പെരുമാറുകയും അവർക്കിനി നല്ല ഒരു ശുഭാപ്തി വിശ്വാസം കൊടുക്കാൻ അവരെ കൂടെ നിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ എല്ലാ നിലക്കുമുള്ള നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഉന്നതമായി വിജയം വരിക്കുന്ന മക്കളാക്കി നമ്മളെ മക്കളെ അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ശരീരത്തിന് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ആശുപത്രിയിൽ രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم اعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين.